പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. അങ്ങനെ വീണ്ടും ഒരു ക്ലാസിക്കോ പോരാട്ടം വരികയാണ്. ഇന്നലെ രാത്രി കോപ്പ ഡെൽ റേ സെമി ഫൈനൽ മത്സരത്തിൽ ബാഴ്സലോണയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ബാഴ്സലോണ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട്. എന്തായാലും ഫൈനലിൽ ബാഴ്സലോണയുടെ എതിരാളിയായിട്ട് വരുന്നത് റയൽ മാഡ്രിഡ് ആണ്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്നലെ രാത്രി കോപ്പ ഡെൽ റേ സെമി ഫൈനൽ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ FC ബാഴ്സലോണ നേടിയെടുത്തിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബാഴ്സലോണ തകർത്തത്. ഫെറാൻ ടോറസ് ആണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി വിജയ ഗോൾ നേടിയത്. 27-ാം മിനിറ്റിലായിരുന്നു താരത്തിന്റെ ഗോൾ വന്നത്. രണ്ടാം പകുതിക്ക് ശേഷമൊക്കെ ധാരാളം ഗോളുകൾ നേടാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിച്ചെങ്കിൽ പോലും അവർക്കതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ലാരൻ ലെമാലിന്റെ അസിസ്റ്റിലൂടെയായിരുന്നു ഫെറാൻ ടോറസ് 27-ാം മിനിറ്റിൽ ബാഴ്സലോണയ്ക്കായി വല കുലുക്കിയതെന്നതും നമ്മളുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഫൈനലിൽ റയൽ മാഡ്രിഡ് ആയിരിക്കും FC ബാഴ്സലോണയുടെ എതിരാളിയായിട്ട് വരുന്നത്. എന്തായാലും റയൽ മാഡ്രിഡ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. എന്തായാലും ആരാധകർക്കായി വീണ്ടും ഒരു എൽ ക്ലാസിക്കോ വരുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും. എന്തായാലും ഏപ്രിൽ മാസം 26-ാം തീയതി ആയിരിക്കും കോപ്പ ഡെൽ റേയിലെ ഫൈനൽ മത്സരം നടക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്.